മഴക്കാലമായതോടെ കൂടുതലും അപകട വാർത്തയാണ് വരുന്നത്. നല്ല കാഴ്ചകൾ, അങ്ങനെയുള്ള നല്ല വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത കാസർഗോട്ട് നിന്ന് മഴ ശക്തമായതോടെ അപകട ഭീഷണിയിലായ ഉപ്പള പത്വാടിയിലെ അങ്കണവാടി കെട്ടിടത്തിൻ്റെതാണ്. വർഷങ്ങളേറെയായിട്ടും ഈ അങ്കണവാടിയുടെ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. പാമ്പുണ്ട്, പഴുതാരയുണ്ട്, കുട്ടികൾ ഇതിനിടയിലൊക്കെ വേണം ആ അങ്കണവാടിയിൽ വന്നിരിക്കാൻ. പലതവണ പരാതിപ്പെട്ടു, പക്ഷേ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് അവിടെ എത്തിയ അർച്ചന രവീന്ദ്രനും കേട്ടത്. കണ്ടിട്ട് വരാം. ഒരു അങ്കണവാടി എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും നല്ല നല്ല ഓർമ്മകളായിരിക്കും അല്ലേ? എന്നാൽ കാസർഗോഡ് ഉപ്പളയിലെ പത്വാടി നിവാസികൾക്ക് ഒരു പക്ഷേ ഭാവിയിൽ അങ്കണവാടി എന്ന് പറയുമ്പോൾ ഭയങ്കര ദുരിതപൂർണമായ ഓർമ്മകളായിരിക്കും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പൂപ്പൽ പിടിച്ച ഒരു അങ്കണവാടി ഈ പത്വാടി റോഡിൽ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 20 കൊല്ലത്തോളമായി ഈ അങ്കണവാടിൻ്റെ മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞിട്ട് എന്നുള്ളതാണ്. ഇവിടെ ഏകദേശം 12 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ വലിയ ആശങ്കയിലാണ്. കാരണം അവർക്ക് കളിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങളില്ല. ഒപ്പം തന്നെ ഒരു മഴ വന്നാൽ കൂടെയും അത്തരത്തിൽ ഒരുപാട് കഷ്ടതകൾ അവരെല്ലാം തന്നെ അനുഭവിക്കുന്നുണ്ട്. 15-20 വർഷത്തോളമായി ഇതിൻ്റെ മെയിൻ്റനൻസ് നടന്നിട്ടാണ്. ആദ്യമായിട്ട് ഇവർ ചെയ്തു പോയതിന് പറഞ്ഞ് ഇന്നോളം ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഇവിടെ അങ്ങനെ കുട്ടികൾക്ക് ഒരു കളിക്കാനുള്ള സൗകര്യമില്ല. കുട്ടികൾ ഇവിടെ അയക്കാൻ പോലും മാതാപിതാക്കൾ ഭയപ്പെടുന്നു. കാരണം അല്ലെങ്കിൽ ഇഴജന്തുക്കളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു നല്ല ഗേറ്റില്ല, പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ കാലാവധി തന്നെ കൂടിയത് കൊണ്ട് കുട്ടികളെ ഇവിടെ അയക്കാൻ മാതാപിതാക്കൾ ഭയപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു വെള്ളത്തിനുള്ള സൗകര്യമില്ല. കുടിവെള്ളം അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. 2005 ഇവിടെ ആദ്യമായി ടീച്ചറായി ജോയിൻ ചെയ്തത്. അന്ന് അപ്പുറത്തെ മഹിളാ സമാജയിലാണ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. 2007 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത ശേഷം ഇതുവരെ ഒരു പെയിൻറ്റിങ് നടന്നില്ല. കുടിവെള്ളമില്ല. പല പ്രാവശ്യവും മെമ്പർമാരോട് വന്നവരോട് പറഞ്ഞിരുന്നു, ഒരു കുടിവെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടാക്കിയില്ല. അതുപോലെ തന്നെ ഒരു ഫ്ലാഗ് ഹോസ്റ്റിങ്ങുള്ള സൗകര്യമില്ല. ക്ലോസറ്റ് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ക്ലോസറ്റ് അവിടെ സംവിധാനം ചെയ്താൽ അത് ഭയങ്കര സ്മെല്ല് വരുന്നത്. ഇതിനെ മാറ്റി സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. നാട്ടുകാർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, സ്മാർട്ട് അംഗനവാടി ആക്കണം. അതുപോലെ മെമ്പറും കൂടെ പറഞ്ഞിട്ടുണ്ട് ചെയ്യാമെന്ന്. പക്ഷേ ഇതുവരെ ചെയ്തില്ല. ഒരു സ്മാർട്ട് അംഗനവാടിയും നമ്മുടെ നാട്ടിലേക്ക് നമുക്കും കുട്ടികൾക്കും എല്ലാവർക്കും സംരക്ഷണം നൽകുന്ന നല്ലൊരു അംഗനവാടി ചെയ്തു തരാൻ അതിൻ്റെ ബന്ധപ്പെട്ട അധികൃതർ ശ്രമിക്കണമെന്ന് വിനീതമായി എല്ലാവർക്കും വേണ്ടി അപേക്ഷിക്കുന്നു. അതാണ് ടീച്ചറിനാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ ടീച്ചറിൻ്റെ സാലറിയിൽ നിന്ന് തുച്ഛമായ സാലറിയാണ്. അതുകൊണ്ടാണ് ഇവർ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അത്രയും ഒരു ചുമരാണ് അങ്കണവാടിൻ്റെ ചുമര് എന്ന് പറയുമ്പോൾ ആലോചിച്ചു. അത്രയും പൂപ്പൽ പിടിച്ച് കിടക്കുന്ന ഒരു മഴ വന്നാൽ തന്നെയും ഈ ഒരു ചുമരടക്കം പുറത്തേക്ക് അല്ലെങ്കിൽ ഈ കമ്പികളൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ കാണാവുന്ന കമ്പികളുണ്ട്. ചതലരിച്ച് കിടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഈ കുട്ടികളെല്ലാം തന്നെ വളരെ ദുരിതപൂർണ്ണമാണ് ഈ ഒരു അങ്കണവാടിയിൽ കഴിയുന്നതിന് തെളിവാണ് ഈ കാണുന്നതെല്ലാം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്. അപ്പോൾ അതാണ് അങ്കണവാടി കെട്ടിടത്തിന്റെ അവസ്ഥ. 10-15 കൊല്ലമായി പെയിന്റ് അടിച്ചിട്ട് അതിൽ പൂപ്പലുണ്ട്. എല്ലാം കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി അധികൃതർ ഒരു നടപടി എടുത്താൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങൾ പോയിരുന്ന് പഠിക്കേണ്ട സ്ഥലമല്ലേ.